വനമേഖലയിൽ നിന്നും ശേഖരിക്കുന്ന മുളവർഗത്തിൽപ്പെട്ട ഓടയുടെ മൂപ്പെത്താത്ത ഇളം തണ്ടിൽ നിന്നാണ് ഓടപ്പൂ നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ ശേഖരിക്കുന്ന ഓടകൾ കൃത്യമായ അളവിൽ മുറിച്ചെടുക്കും. തുടർന്ന് മുറിച്ചെടുത്ത ഓടകളുടെ പുറമേയുള്ള പച്ചത്തൊലി ചെത്തിക്കളയും. പിന്നീട് ഓട വെള്ളത്തിലിട്ടതിനു ശേഷം പുഴയിൽ നിന്നെടുക്കുന്ന കല്ലോ ഇരുമ്പ് ചുറ്റികയോ ഉപയോഗിച്ച് കല്ലിന് മുകളിൽ വെച്ച ഓടക്ക് മുകളിൽ ഇടിച്ച് ചതക്കുന്നു. തുടർന്ന് വീണ്ടും വെള്ളത്തിലിട്ട് കറകളയും. കറകളയാത്ത പക്ഷം പൂവിന് മഞ്ഞ നിറമുണ്ടാകും. വെള്ളത്തിലിട്ട ശേഷം പിഴിഞ്ഞെടുത്ത് പ്രത്യേക മുള്ളുപയോഗിച്ച് ചീകി പൂവ് രൂപത്തിലാക്കുന്നു. അത്തരത്തിൽ നിർമ്മിക്കുന്ന ഓടപ്പൂക്കളാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനായി എത്തുന്ന ഭക്തർ പ്രസാദമായി വാങ്ങി വീടുകളിലേക്ക് മടങ്ങുന്നത്. ഇത് കാടുകളിൽ നിന്ന് മുളച്ചു വരുന്ന ഓട, മൂക്കാത്ത ഓട കൊത്തിക്കൊണ്ട് വന്ന് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഓരോ കുഞ്ഞു മുട്ടുകളായി ഇതുപോലെ കുഞ്ഞു മുട്ടുകളാക്കി മാറ്റി ഇതിൻ്റെ പച്ചത്തൊലി കളഞ്ഞതിന് ശേഷം ഇത് വെള്ളത്തിലിടും. വെള്ളത്തിലിട്ട് അവിടെ നിന്ന് എടുത്ത് ഇതുപോലെ കല്ലുമ്മ വെച്ച് ചതച്ച് പൂവാക്കി മയം വരുത്തി അത് വീണ്ടും വെള്ളത്തിലിട്ട് അതിൻ്റെ ഈ ഓടയ്ക്ക് ഒരു പുളിരസമുണ്ട്, അതെല്ലാം കളഞ്ഞ് പിഴിഞ്ഞെടുത്ത് ഇത് ചെറിയ മുള്ളുകളുള്ള ഒരു സൂചിയുണ്ട്, അതുകൊണ്ട് ചീകി നാരുകളാക്കി മറച്ച് ഓടപ്പൂവാക്കി മാറ്റും. ഇതാണ് കൊട്ടിയൂരിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് കൊട്ടിയൂരിൻ്റെ ഉത്സവകാലത്ത് മാത്രമാണ് ഇത് ആക്കുന്നതും ഇത് ഉണ്ടാകുന്നതും. ഇത്തവണ മഴ കുറവായതിനാൽ ഓട കിട്ടാൻ പ്രയാസപ്പെടുകയാണ് കൊട്ടിയൂർ നിവാസികൾ. ഈ പ്രദേശത്തെ ഒട്ടനവധി പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഉത്സവകാലത്തെ ഓടപ്പൂ നിർമ്മാണം. വയനാട് കൊട്ടിയൂർ വനാതിർത്തിയിൽ നിന്നാണ് ഇതിനാവശ്യമായ ഓട ശേഖരിക്കുന്നത്. കൊച്ചു കുട്ടികൾ മുതൽ വയോധികർ വരെയുള്ള പ്രദേശത്തെ നിരവധി പേർ ഓടപ്പൂ നിർമ്മാണത്തിൽ സജീവമാണ്. വീരഭദ്രൻ യാഗഭൂമിയിൽ വെച്ച് ദർശന്റെ ദീക്ഷ കോപത്താൽ വലിച്ചെറിഞ്ഞ താടിയാണ് ഓടപ്പൂവെന്നും ഭൃഗു മഹർഷിയുടെ താടി രോമമാണ് ഓടപ്പൂവായി മാറിയതെന്നും രണ്ട് ഐതിഹ്യങ്ങളാണ് ഉള്ളത്. ഉത്സവ ഓർമ്മക്കും ഐശ്വര്യത്തിനുമാണ് ഓടപ്പൂക്കൾ എന്നാണ് വിശ്വാസം. സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേളകം.